ഹായ് ഹലോ, നമുക്കിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ സൗദി കണ്ടാലോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റ്. അപ്പോൾ എണീറ്റപ്പോഴേക്കും നമ്മുടെ മെസ്സ് ഒരു 9:30 വരെ ഇവിടെ കാണത്തുള്ളൂ. ആ സമയത്ത് എന്നാലും നമുക്ക് ഫുഡ് കിട്ടുള്ളൂ രാവിലത്തെ. അപ്പോൾ ഫുഡൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അടുക്കള കയറി ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഈ റെഡി ആവണത്. എൻ്റെ ഒരു മെഡിക്കൽ കഴിഞ്ഞായിരുന്നു ഇവിടുത്തെ. അപ്പോൾ ആ മെഡിക്കലിൻ്റെ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോകാനാണ്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മെയിൻ മേക്കപ്പ് സാധനങ്ങളെന്ന് പറഞ്ഞത്. ഫൗണ്ടേഷൻ, പിന്നെ ഒരു സൺസ്ക്രീന്, ഒരു ഐലൈനർ, ഒരു ബ്ലാക്ക് പൊട്ട്, പിന്നെ ഈ കണ്ണിന് മണ്ടിലിടുന്ന സാധനം, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്. ഇതിൽ ഈ ഒരു ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത് കഴിഞ്ഞ് നമ്മളത് പർദ്ദയൊക്കെ ഇട്ട് വേണം റെഡിയാവാൻ. കാരണം നമുക്കിവിടെ യൂണിഫോം ഒന്നും ആവാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പം പർദ്ദ വേണം കേട്ടോ ഇടാൻ. അങ്ങനെ അതൊക്കെ ഇട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. നമ്മൾ ഇവിടെ തട്ട് വിടുമ്പം നമ്മുടെ ഹെയർ വെളി കാണാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ തട്ടമൊക്കെ ഇട്ട് എനിക്ക് ശരിക്കും ഇത് കെട്ടാനൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഏതോ ഒരു രീതിയിലൊക്കെ അങ്ങ് ഒപ്പിച്ചെടുത്ത് കെട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ റെഡി ആയതേ പോവാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു 1.5 മണിക്കൂർ അവിടെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു 1:30 ആയപ്പോഴേക്കും ഞാൻ നേരെ മെസ്സിലെത്തി കേട്ടോ. മെസ്സിലെത്തിയപ്പോൾ ഈ ഒരു തൈരിൽ കടുകിട്ട് പൊട്ടിച്ചൊരു കറിയും ചോറും, പിന്നെ ഈ നമ്മുടെ KFC ചിക്കൻ പോലത്തെ ഒരു ചിക്കൻ പീസും, പിന്നെ ഈ ഒരു സോസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അത് നമ്മൾ നേരെ റൂമിൽ പോയി കേട്ടോ. റൂമിൽ ചെന്നപ്പോഴേക്കും ഒരു നാരങ്ങ എൻ്റെ ഫ്രണ്ട് ഇട്ട് തന്നു. അതൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം വീട്ടിലൊക്കെ കുളിച്ചൊരു 4 മണിയായപ്പോഴേക്കും റെഡിയായി പോകുന്നത്. നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ആ പച്ച ബോർഡ് കണ്ടില്ലേ, അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ. അങ്ങ് നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ഇവിടെ കുറേ ബോഗൻവില്ല കാര്യങ്ങളൊക്കെ കണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസ്, ഫോട്ടോസ് അങ്ങനെ കുറേ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നേരെ നമ്മുടെ കടയിലേക്ക് അങ്ങ് പോയി കേട്ടോ. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ്. ഇത് മലയാളികൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറേ മുട്ടായിയൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇവിടെ ഐസ്ക്രീം കിട്ടുമെന്ന്. അപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഈ ഒരു വാനിലയുടെ ഐസ്ക്രീമാണ് എടുത്തത്. എനിക്ക് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു കേക്ക്, വാനില ഐസ്ക്രീം, കുറേ മുട്ടായിയൊക്കെ വാങ്ങി നേരെ ഈ കാണുന്ന എൻ്റെ ഹോസ്റ്റലിലേക്ക് നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി. അവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ എടുത്ത് ഞാനും അവളും കൂടെ അതൊക്കെ കട്ട് ചെയ്ത്, പിന്നെ ക്രിസ്മസിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ക്രിസ്മസ് അങ്ങ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു ഫ്രഷൊക്കെ ആയി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ചായയൊക്കെ കുടിച്ച് കേക്ക് കഴിച്ചു. പിന്നെ ഈ ഒരു വാനില ഐസ്ക്രീമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞൊരു കുറച്ച് നേരം ചുമ്മാ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 7-8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ട് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ ഓടുക കേട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ. ബാക്കി ഫ്രണ്ട്സൊക്കെ അവിടെ മെസ്സിൽ ഓൾറെഡി എത്തി. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചോറും ഈ ഒരു ബീഫ് കറിയും പിന്നെ ഒരു സാമ്പാറിൻ്റെ കറി പോലത്തെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ഭയങ്കര സ്റ്റൈലിൽ സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കുമായിരുന്നു. അപ്പോഴേക്കുമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പാർവതിയും പുള്ളിക്കാരി അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മാങ്ങ അച്ചാർ. അപ്പം അതൊക്കെ തന്നു കേട്ടോ. അപ്പോഴേക്കും സ്പൂണൊക്കെ മാറ്റി ഞാൻ നേരെ കൈയൊക്കെ ഇട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ നാൾ കൂടിയാണ് കേട്ടോ ഇങ്ങനെ അച്ചാറൊക്കെ കൂടി നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ സൗദിയിലെ ഫ്രണ്ട്സ് കേട്ടോ. അത് കഴിഞ്ഞ് റൂമിൽ വന്നൊരു 8-8:30-9 മണിയായപ്പോഴേക്കും നമ്മളിതേ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് റെഡിയായി. കുറച്ച് നേരം എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10:30 വരെയൊക്കെ പഠിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരോട് ഈ ഒരുങ്ങി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബ്ലോക്കിലാണ്. അപ്പോൾ റൂം നമ്പർ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മളങ്ങനെ ചെന്ന് തപ്പിപ്പിടിച്ച് അവളുടെ റൂമൊക്കെ കണ്ടുപിടിച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ വേറൊരു ഫ്രണ്ട് സീനി. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് അവൾ ഭയങ്കര പരാതിയായിരുന്നു, നമ്മൾ അവളുടെ റൂമിൽ വരണില്ല, കാണുന്നില്ല എന്നൊക്കെ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു, കുറേ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവൾ ഈ ഒരു മിച്ചറും ഒരു കുക്കീസും ഒക്കെ തന്നു. അപ്പം എന്നെ ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞ് ഇവളീ കൊണ്ടുപോകണത് ഇവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അവിടെ കുറേ കേക്ക്, പുഡിങ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി നമ്മൾ നേരെ അവരുടെ കിച്ചണിലേക്ക് കിച്ചണിൽ ചെന്ന് നമ്മൾ അതെല്ലാം എടുത്ത് വെച്ച് ഞാൻ ഓരോന്നോരോന്നായി ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഈ ഫുഡൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അവൾ വേറെ ഹോസ്പിറ്റലായതുകൊണ്ട് ഫുഡ് ഐറ്റംസൊക്കെ അവർക്ക് കുറച്ച് എക്സ്ട്രാ വേറെ കിട്ടും. അപ്പം അതൊക്കെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവളോട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ പുറത്തെല്ലാം. അങ്ങനെ നമ്മളൊരു 12:30 ആയപ്പോഴേക്കും നേരെ കയറി കിടന്നുറങ്ങി.